നമസ്കാരം. ഡ്രൈവിംഗിനിടെ പെട്ടെന്ന് ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് അശ്രദ്ധമായി വാഹനം വെട്ടിച്ചു കയറുന്നതിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് പോലീസ്. ഇത്തരം അപകടകരമായ ഡ്രൈവിംഗ് കാരണം ഈ വർഷം ജനുവരി മുതൽ ഇതുവരെ ദുബായിലുണ്ടായ വാഹന അപകടങ്ങളിൽ 32 പേർ മരിച്ചതായാണ് ദുബായ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ അശ്രദ്ധമായ ലൈൻ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന 262 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവയിൽ 25 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 299 പേർക്ക് നിസ്സാരമായ പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ലൈൻ മാറുന്നത് വലിയ തോതിൽ മരണത്തിനോ ഗുരുതരമായ പരിക്കിനോ കാരണമാകുന്ന അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും അപകടകരമായ ഡ്രൈവിംഗ് തടയുന്നതിനുമായി ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ദുബായ് പോലീസ് പുതിയ ശിക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബറിൽ പ്രഖ്യാപിക്കുകയും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത 2015 ഡിഗ്രി നമ്പർ 29 ഏറ്റവും പുതിയ ഭേദഗതികളെ അനുസരിച്ച് ഈ രീതിയിൽ വാഹനം വെട്ടിച്ചു കയറ്റിയാൽ 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകിട്ടും. അതിനു പുറമെ 1000 ദിർഹം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ഈടാക്കുകയും ചെയ്യുന്നതാണ്. 2025 മാർച്ച് 29 ബാധകമാക്കുന്ന 2024 ഫെഡറൽ ഡിഗ്രി നിയമ നമ്പർ 14 ആർട്ടിക്കിൾ 31 പ്രകാരം ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അശ്രദ്ധമായ ഡ്രൈവിംഗും അമിതവേഗവും കഴിഞ്ഞാൽ ഗുരുതരമായ ട്രാഫിക് അപകടങ്ങളുടെ മൂന്നാമത്തെ പ്രധാന കാരണമാണ് പെട്ടെന്നുള്ള ലൈൻ മാറ്റമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ പെട്ടെന്ന് വളയ്ക്കുന്നത് കൂട്ടിയിടികൾക്കും ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്കും ഇടയാക്കുന്നതാണ്. പലപ്പോഴും ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാതെ ഡ്രൈവർമാർ പെട്ടെന്ന് ലൈൻ മാറുമ്പോഴോ ഇന്റർസെക്ഷനുകളിൽ മറ്റു വാഹനങ്ങൾക്ക് മുന്നിൽ പ്രവേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും പോലീസ് അറിയിക്കുകയായിരുന്നു. അമിതവേഗതയും പെട്ടെന്നുള്ള വളവും കൂട്ടിച്ചേർന്നാൽ വാഹന നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കും. ഇത്തരം സംഭവങ്ങളിൽ അപകടം സ്വാഭാവികമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗം, ഭക്ഷണം കഴിക്കൽ, യാത്രക്കാരുമായി സംസാരിക്കൽ, കണ്ണാടിയിൽ നോക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ മുഴുകുമ്പോഴുണ്ടാകുന്ന അശ്രദ്ധയാണ് പെട്ടെന്ന് വാഹനം വെട്ടിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തൊട്ടുമുൻപുള്ള വാഹനങ്ങൾ ഇടിക്കുന്നതിന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു കാരണം ഉറക്കക്കുറവോ വിശ്രമമില്ലാതെ ദീർഘനേരം വാഹനം ഓടിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ക്ഷീണമോ ആണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവറുടെ ഏകാഗ്രത കുറയ്ക്കാനും അവരുടെ പ്രതികരണ സമയം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. സമ്മർദ്ദം, കോപം, അപ്പോയിന്റ്മെന്റുകൾക്ക് വൈകുന്നതുൾപ്പെടെയുള്ള മാനസിക ഘടകങ്ങളും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്നും ദുബായ് പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ തെറ്റായ ഓവർടേക്കിംഗ്, പെട്ടെന്നുള്ള വളവ് എന്നിവ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർ പിറകിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ലൈന് മാറ്റാൻ പാടുള്ളൂവെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഇടതുവശത്ത് മാത്രം കടന്നു പോകണം. ലൈൻ മാറുമ്പോൾ കൃത്യമായ സിഗ്നൽ നൽകണം. മറ്റൊരു റോഡിലേക്ക് തിരിയുമ്പോൾ ഉചിതമായ ലൈൻ ഉപയോഗിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.